നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 സേ പരീക്ഷയുടെ ഇന്ന് സയൻസുകാർക്ക് ഫിസിക്സിന്റെ പരീക്ഷയായിരുന്നു. നമുക്കറിയാം പബ്ലിക് എക്സാമിന് ഫിസിക്സും കെമിസ്ട്രിയും പ്രയാസമായിരുന്നു. സേ പരീക്ഷ വരുമ്പോൾ കെമിസ്ട്രി അത്ര എളുപ്പമല്ലായിരുന്നു, ഭയങ്കര പ്രയാസമല്ല, എന്നാൽ അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലായിരുന്നു കെമിസ്ട്രി. അത് സത്യസന്ധമായ കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും അത് വിലയിരുത്താൻ അതിൻ്റെ വീഡിയോസ് നമുക്ക് ചെയ്യാം. കൃത്യമായിട്ട് അതിൻ്റെ വാല്യുവേഷനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക്. ഇന്നത്തെ ഫിസിക്സ് പരീക്ഷ ഇന്നലെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻറ്റ് എസ്സേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പല കുട്ടികൾക്കും പല അഭിപ്രായങ്ങൾ എപ്പോഴും പറയാം. പക്ഷെ ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പ് വെച്ചുകൊണ്ട് പറയുകയാണ്, പറഞ്ഞത് മാത്രമാണ് 90% വന്ന്, അല്ലെങ്കിൽ 100% വന്നെന്ന് പറയാം. പോട്ടെ, 90% പഠിപ്പിച്ച് ഇപ്പോഴും നിങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ കിടപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയുക. നന്നായിട്ട് കുഞ്ഞുങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പറയാം. ഇപ്പം 36 മാർക്ക് മേടിക്കാനുള്ളവരാണെങ്കിൽ ഇതിനകത്തൊരു 8 ക്വസ്റ്റ്യൻ എഴുതിയാൽ പോലും നിങ്ങൾക്ക് 36 മാർക്ക് ഈസി ആയിട്ട് കിട്ടാം. ഇപ്പം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ, അമ്മീറ്ററും വോൾട്ട് മീറ്ററിലോട്ടും കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഉണ്ട്. ആദ്യത്തെ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്ററിന് അമ്മീറ്റർ ആണ്. പിന്നെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ, ഇതിനകത്തൊക്കെ എന്തൊക്കെയായാലും ഒരു 3 മാർക്ക് കൂട്ടിക്കും. ഇതിന് 3 മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. പിന്നെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇത് ഞാൻ പറഞ്ഞാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 തരം ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ, ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 3-4 മാർക്ക്, 7 മാർക്ക് മിനിമം കിട്ടാം 2 ക്വസ്റ്റ്യൻ. ഫുൾ മാർക്ക് വേണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, അത് ലെൻസ് മേക്കേഴ്സ് ഫോമുല, അടുത്ത പ്രോബ്ലം ആണ്. അന്നൊരു 3 മാർക്ക്, അതൊരു 10 മാർക്ക് 5 മാർക്കിന്റെ അടുത്തൊന്നും തന്നെ മാത്രം നമുക്ക് കിട്ടി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നത് 10 മാർക്ക്. അത് ഏത് കുട്ടികൾക്കും ഈസി ആയിട്ട് കിട്ടുന്ന മാർക്കാണ്. ഇനി 4 മാർക്കിന്റെ പറയാം. ഞാൻ ഇന്നലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ ഇതാണ്, സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിന്റെ കൂട്ടത്തിൽ എൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ നല്ലപോലെ പഠിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് രണ്ടും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് ഏകദേശം 3 മാർക്ക് അതിൽ നിന്ന് കിട്ടും. അന്നേരം 13 മാർക്ക് പഠിപ്പിച്ച് ഇപ്പം പറഞ്ഞ അത്രേ നിങ്ങൾക്ക് കുറയ്ക്കുന്നതൊക്കെ ഞാൻ കുറച്ചിട്ട് അങ്ങ് പോവുകയാണ്. കിർച്ചോഫില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, വീൻസ്റ്റൺ ബ്രിഡ്ജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അതിന് 4 മാർക്ക്, 17 മാർക്ക്. പിന്നെ സ്റ്റേറ്റ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്, ലെൻസസ് ലോയും ഫാരഡേസ് ലോയും പറഞ്ഞായിരുന്നു. അതിന് നിങ്ങൾ 2 മാർക്ക് കൂട്ടിക്കോ, 19 മാർക്ക്. അങ്ങനെ 19 മാർക്ക് പാസ് മാർക്ക് കഴിഞ്ഞു, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ച് മാത്രം. പിന്നെ ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ, അതാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, അതിന് 4 മാർക്ക്. അന്നേരം എങ്ങനെ നോക്കിയാലും ഈ പറഞ്ഞ പോലെ ഒരു 20 മാർക്ക്, 4 മാർക്കിൽ 5 മാർക്കിൽ നമുക്ക് കുറച്ചിട്ടായാലും ഒരു 20 മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതിനകത്ത് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്, എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ, ഇതെല്ലാം പഠിപ്പിച്ച് വെച്ച് 2 മാർക്ക് നിങ്ങൾ കൂട്ടിക്കും. ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. പിന്നെ ഹൈജീൻസ് പ്രിൻസിപ്പിൾ, അത് ഈ പറഞ്ഞ പോലെ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. അത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അത് ഡയറക്റ്റ് ആയിട്ട് 3 മാർക്ക് തന്നെ കിട്ടും. പിന്നെ ഫുൾ വേ റെക്ടിഫയർ പറഞ്ഞു 3 മാർക്ക്, അന്നേരം 26 മാർക്ക്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്സിയൽ ലൈന് 3 മാർക്ക്, ആക്സിയൽ ലൈന് 3 മാർക്കാണ്, 29 മാർക്ക്. കപ്പാസിറ്റേഴ്സിന്റെ കണക്ഷൻ ഉണ്ട്, വേണ്ട എഫക്റ്റീവ് കപ്പാസിറ്റൻസ് മാത്രം ഇടുന്നതിന് 30 മാർക്ക്. പിന്നെ ടോട്ടൽ ചാർജും ഫോഴ്സും ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾ 1 മാർക്ക് കൂട്ടിക്കുക, 31 മാർക്ക്. ഏറ്റവും സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും. പിന്നെ ഏത് ഫിനോമിനാണ് സൗണ്ട് ആൻഡ് ലൈറ്റ് വേവിൻ്റെ ഇത് വരുന്നത്. പിന്നെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, സാധാരണ രീതിയിലുള്ള മാച്ച് ഫോളോയിങ്, ഇതെല്ലാം കൂട്ടിയാലും ഞാൻ പറഞ്ഞത് എത്ര സിമ്പിളായിട്ട് വന്നാലും 36 മാർക്ക്. ഏറ്റവും കുറച്ച് കൂട്ടിയാലും ഡബിൾ പാസ് മാർക്ക് ഏത് കുട്ടിക്കും ഇന്ന് എഴുതിയവർക്ക് ഈസി ആയിട്ട് കിട്ടും. ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ട് പഠിച്ച കുട്ടികൾക്ക് ഇത് സിമ്പിളായിട്ട് കിട്ടാവുന്ന കാര്യമാണ്. ഇതിൽ എളുപ്പമായൊരു ക്വസ്റ്റ്യൻ ഇനി വരുമോ എന്നുള്ള സംശയമാണ്. കാരണം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു +2 ഫിസിക്സിൻ്റെ പബ്ലിക് എക്സാം. ഇപ്പം ഈ സേഡ് എക്സാം അത്യാവശ്യം നല്ല ക്വസ്റ്റ്യനാണ്. നമ്മൾ കുറ്റപ്പെടുത്താനാണെങ്കിൽ നമുക്കത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാം. നല്ല ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. കെമിസ്ട്രി അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ല, അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. വാല്യുവേഷനും
ബാക്കിയുള്ള ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. എൻ്റെ എങ്ങനെയൊക്കെയാണ് വാല്യുവേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യും. അന്നേരം നന്നായിട്ട് പഠിക്കുക. അടുത്ത പരീക്ഷകൾക്ക്, നാളെ കൊണ്ട് പരീക്ഷകളൊക്കെ തീരുകയാണ്. നന്നായിട്ട് പഠിച്ച് എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.